ഗൈസ് KFC എങ്ങനെയുണ്ട്? നല്ല KFC മാറുന്നിക്ക് ഇവിടുത്തെ ഓണത്തെ KFC കണ്ടില്ല, നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ്. KFC ഒക്കെ വീട്ടിൽ നല്ല പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാം. കടയിലെ എണ്ണയൊന്നും മോശമാണെന്നും വേണ്ട. നമ്മൾ ഫ്രഷ് എണ്ണയിലൊക്കെ നല്ല ഫ്രഷ് ചിക്കനും വാങ്ങിച്ച് ഫ്രഷ് ആയിട്ട് എല്ലാം ഫ്രഷ്. കണ്ടില്ലേ, നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ്. നിങ്ങൊന്ന് KFC മാറി ഇരിക്കുമെന്ന് തോന്നുന്നു. ഞാൻ വെച്ചോണ്ട് പറയല്ല. KFC ഉണ്ടാക്കാൻ ഞാനിവിടെ എല്ലില്ലാത്ത ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത്. എല്ലില്ലാത്ത ഇറച്ചിയായിരിക്കും ഇച്ചിരി കൂടെ നല്ലത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലുള്ളതും യൂസ് ചെയ്യാം. പിന്നെ ആദ്യമായിട്ട് നമുക്കിതിന് അത്യാവശ്യമായിട്ടുള്ളത് വിനീഗർ അല്ലെങ്കിൽ ചെറുനാരങ്ങ ഉണ്ടായാൽ മതി. അതിന് ശേഷം ഞാൻ 1 കപ്പ് പാല് ഇതിലേക്ക് ഒഴിക്കുകയാണ്. നമുക്കിതിനെ ബട്ടർ മിൽക്കാക്കി എടുക്കണം. അതായത് ഈ ചിക്കനൊക്കെ നല്ല ജ്യൂസി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. അത് 1 കപ്പ് പാൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണിന് വിനീഗർ കൂടി ചേർക്കുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങ നീര് ചേർത്താൽ മതിയാവും. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തൊരു 10 മിനിറ്റ് വെച്ചേക്കണം. അപ്പോഴത്തേനും അത് ബട്ടർ മിൽക്കായി മാറും. അതിനുശേഷം ചിക്കന് പാകമായ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി പേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, പക്ഷേ ഗാർലിക് ചേർക്കുന്നതായിരിക്കും ഉചിതം. ഞാനിവിടെ ഗാർലിക് പേസ്റ്റാണ് എടുത്തത്, അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ അടുപ്പിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് മുളക് പൊടി എരിവുള്ളതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കണ്ട് ബട്ടർ മിൽക്കായ കണ്ട തൈര് മാതിരി ഉടഞ്ഞ് അതിനകത്ത് കിടപ്പുണ്ട് പീരയായിട്ട്. ബട്ടർ മിൽക്ക് നമ്മുടെ കറക്റ്റായിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചിക്കനെല്ലാം പറക്കിയതിനൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഫോർക്ക് വെച്ച് എല്ലാം ഒന്ന് കുത്തി കൊടുക്കുകയാണ്. ഹോൾസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൊണ്ട് ആ ചിക്കൻ്റെ ഉള്ളിലേക്കെല്ലാം ആ ബട്ടർ മിൽക്കൊക്കെ ഇറങ്ങിയിട്ട് നല്ല ജ്യൂസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അന്നേരം അങ്ങനെ ഒന്ന് ചെയ്തതിന് ശേഷം നമുക്കെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രിഡ്ജിൽ ഞാനൊരു 2-3 മണിക്കൂർ വെക്കുന്നുണ്ട്. നിങ്ങളൊരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരു 2-3 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. ഇനി KFC ഉണ്ടാക്കിയെടുക്കാനായിട്ട് വേണ്ടുന്ന ചേരുവകൾ ഞാൻ 1 കപ്പ് മൈദാപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ്റെ ക്വാണ്ടിറ്റിയുടെ അനുസരിച്ചിട്ട് വേണം നമ്മൾ പൊടികളെല്ലാം എടുക്കാൻ വേണ്ടി, അതിനെ മുക്കിയെടുക്കാൻ വേണ്ടി. പിന്നെ ഗോതമ്പ് പൊടി 1 കപ്പ് എടുത്തിട്ടുണ്ട്. റവ ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. റവ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഞാൻ ഉണ്ടാക്കിയ സമയത്ത് റവ ചെറുതായിട്ട് പിരിഞ്ഞൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് റവ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഒരു ക്രിസ്പിനെസ് കിട്ടട്ടെന്ന് ഓർത്തിട്ട് റവ ചേർത്താണ്. റവ ഇല്ലെങ്കിലും മതിയാകും, റവയുടെ ആവശ്യമില്ല. പിന്നെ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. അരിപ്പൊടി ഒരു 1/2 കപ്പ് ചേർക്കുന്നുണ്ട്. അന്നേരം റവ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഈ സാധനങ്ങളെല്ലാം ചേർത്താൽ മതിയാകും. ഇനി ഈ പൊടിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ ഉപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ പൊടികളെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യണം. അതിന് മുന്നായിട്ട് തന്നെ ഞാനൊരു 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ പൊടിയെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മുക്കി വെച്ചിരിക്കുന്ന ചിക്കനെ എടുത്തിട്ട് ഞാൻ ഒരു മുട്ട പൊട്ടിച്ചവിടെ വെച്ചിട്ടുണ്ട്. ഈ മുട്ടയ്ക്കകത്ത് നമുക്കൊന്ന് മുക്കിയെടുക്കണം. ആദ്യമേ തന്നെ മുട്ടയിൽ മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഈ പൊടിയെല്ലാം ഇതിലേക്കൊന്ന് വിതറി കൊടുക്കണം. ഈ പൊടിക്കകത്തേക്ക് ഇടുകയാണ്. പൊടിക്കകത്തേക്ക് ഇട്ട് എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നല്ലതുപോലെ ഒന്ന് വിതറി കൊടുത്തിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അന്നേരമാണ് നല്ലതുപോലെ ഒന്ന് കോട്ടായി കിട്ടത്തുള്ളൂ. 2 കോട്ടിങ്ങിൻ്റെ ആവശ്യമില്ല, ഹാർഡായി പോകും. അതുകൊണ്ട് 1 കോട്ട് പൊടി ഇട്ടാൽ മതിയാവും. ഇരിക്കുന്ന എല്ലാ ചിക്കൻ പീസുകളും ഇതേപോലെ തന്നെ നമ്മളൊന്ന് കോട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ആദ്യമേ തന്നെ മാറ്റി വെക്കുകയാണ്. നല്ലതുപോലെ കോട്ട് ചെയ്തെടുത്ത് വെക്കാം. അതിന് ഞാൻ എല്ലാ ചിക്കൻ പീസും ഇവിടെ കോട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. എണ്ണ ചൂടാകാൻ ആ സമയത്ത് തന്നെ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇനി പൊരിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. ചിക്കൻ പീസ് ഇട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. എല്ലാം കൂടെ പറക്കി ഇടാതെ 1 പീസോ 2 പീസോ ഒക്കെ ഇട്ടിട്ട് എണ്ണയിൽ മുങ്ങിക്കിടക്കണം. എങ്കിൽ മാത്രമേ നല്ലപോലെ നമുക്ക് മൊരിഞ്ഞ് കിട്ടത്തുള്ളൂ. അന്നേരം കണ്ടില്ല, തിളക്കിനായിരുന്നു. ഈ ഒരു രീതിയിൽ നമുക്ക് വറുത്തെടുക്കാം.
അടിപൊളിയായിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ അപ്പുറത്ത് പൊട്ടറ്റോ ഫ്രൈ ചെയ്യാനും വെച്ചിട്ടുണ്ട്. ഗൈസ് KFC എങ്ങനെയുണ്ട്? ആ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ ജർമ്മയ്ക്ക്? That one was squishy. This is squishy. Yeah, okay, squishy. ഇത് ടേസ്റ്റ് കുട്ടാ താടിപ്പൊടി അടിപൊളി. കണ്ടില്ല, നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ്. കണ്ടോ, KFC ഒക്കെ വീട്ടിൽ നല്ല പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാം. കടയിലെ എണ്ണയൊന്നും മോശമൊന്നും വേണ്ട. നമ്മൾ ഫ്രഷ് എണ്ണയിലൊക്കെ നല്ല ഫ്രഷ് ചിക്കനും വാങ്ങിച്ച് ഫ്രഷായിട്ട് എല്ലാം ഫ്രഷ്. കണ്ടില്ലേ, നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ്. എനിക്കൊന്ന് KFC മാറിയിരിക്കുമെന്ന് തോന്നുന്നു. ഞാൻ വെച്ചോണ്ട് പറയല്ല. കണ്ടില്ല, നല്ല നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഇച്ചിരി